ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഹസദ് വെക്കപ്പെടുകയോ അസൂയ വെക്കപ്പെടുകയോ കണ്ണേറ് ബാധിക്കുകയോ ഒക്കെ ചെയ്യാൻ കാരണമാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ അത്ഭുതം കൊണ്ടോ അല്ലാതെ അസൂയ കൊണ്ടോ ഒക്കെ ആളുകൾ നോക്കുമ്പോൾ ആ കണ്ണ് നമ്മളിൽ ലഭിച്ചു കഴിഞ്ഞാൽ, ആ കണ്ണേറ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ച് നാം അറിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾക്ക് കണ്ണേറ് ലഭിക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? കണ്ണേറ് ലഭിക്കാതിരിക്കാൻ, കണ്ണേറ് ഏൽക്കാതിരിക്കാൻ നാം ചൊല്ലേണ്ട, പരിഗണിക്കേണ്ട ദിക്ർ ഏതാണ്? ഈ ആയത്ത്, ഖുർആനിൽ ഒരായത്ത് നാം പറയാൻ പോവുകയാണ്. ആ ആയത്ത് നാം കൃത്യമായി ഓതി പരിപാലിച്ചാൽ നമ്മുടെ സന്താനങ്ങൾക്കോ നമ്മുടെ മറ്റനുഗ്രഹങ്ങൾക്കോ കണ്ണേറ് ബാധിക്കുകയില്ല, ഏൽക്കുകയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. കുട്ടികൾക്കാണ് സാധാരണ പെട്ടെന്ന് കണ്ണേറ് ബാധിക്കാൻ കാരണമായിട്ടുള്ളത്. കുട്ടികളുടെ സംസാരവും അവരുടെ ചിരിയും കുറുമ്പും അവരുടെ പാട്ടും ഒക്കെ നമ്മളിൽ തന്നെ, ഒരുപക്ഷെ രക്ഷിതാക്കളിൽ തന്നെ, അധ്യാപകരിൽ തന്നെ അത്ഭുതമുണ്ടാക്കുകയും നമ്മളത് മറ്റുള്ളവരോട് എടുത്തു പറയുകയും ചെയ്യുന്ന നല്ല ചന്തമുള്ള രസാവഹമായ കാര്യങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് കണ്ണീറേൽക്കാൻ കൂടുതൽ കാരണമാണ്, സാധ്യതയുണ്ട്. 1 വയസ്സ് മുതൽ ഏകദേശം 3-4 വയസ്സ് വരെയുള്ള അവരുടെ പ്രത്യേകമായ ലാളിത്യത്തിൻ്റെ സമയം അത് കണ്ണേറ് ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. സ്കൂളുകളിലും മദ്രസകളിലും ഒക്കെ പോകാൻ തുടങ്ങിയ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കും കണ്ണേറ് ഏൽക്കാൻ സാധ്യതയുണ്ട്. അവൻ്റെ പഠന മികവിലോ അവൻ്റെ ടാലൻറ്റിലോ ഒക്കെ അത്ഭുതം കൊണ്ട് നമ്മൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട്, അധ്യാപകർ അത്ഭുതപ്പെടാറുണ്ട്, മറ്റ് ആളുകൾ ആരെങ്കിലുമൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. ആ അത്ഭുതത്തോടെയുള്ള സംസാരവും നോട്ടവും ഒക്കെ കണ്ണേറിന് സാധ്യതയുള്ള അല്ലെങ്കിൽ അവസരമുള്ള സന്ദർഭങ്ങൾ ഒരുപാട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടിക്ക് കണ്ണേറ് ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നാം അത് അറിയുക എന്ന് നോക്കിയാൽ, നല്ല സന്തോഷത്തിലിരിക്കുന്ന കുട്ടി ഒരു ദിവസം പെട്ടെന്ന് ആ സന്തോഷമെല്ലാം മാറി മ്ലാനതയായി, വളരെയേറെ അവശതയായി, ഒന്നിനും ഒരു ഉഷാറില്ലാതെ, ഒന്നും കഴിക്കുന്നതുമില്ല, കഴിക്കാൻ നിർബന്ധിച്ചാൽ അവൻ മാറുന്നു, അവൻ ഒഴിഞ്ഞു മാറുന്നു, എപ്പോഴും മയക്കത്തിലാണ്, ഉറക്കത്തിലാണ്, ക്ഷീണത്തിലാണ്. ആ തരത്തിലൊക്കെ കൊച്ചുകുട്ടികൾ കണ്ണേറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കാൻ പ്രായമായ കുട്ടികൾ പഠനത്തിൽ നല്ല പുരോഗതിയിലും സന്തോഷത്തിലും ഒരുങ്ങിയൊക്കെ പോകുന്നത് പെട്ടെന്നൊരു ദിവസം മദ്രസയിലോ സ്കൂളിലോ പോകാനുള്ള ഉത്സാഹക്കുറവ് കാണിക്കുക, പഠനത്തിൽ പിന്നോട്ട് പോവുക, ഹോംവർക്കൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ആ ഉഷാർ, പഴയതുപോലെയുള്ള ഒരു ഉത്സാഹം ഇല്ലായ്മ, നമ്മൾ എത്ര പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും പഠിക്കാനുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കാതെ അവൻ എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നതായി കാണാം. അതൊക്കെ കണ്ണേറിൻ്റെ ലക്ഷണങ്ങളാണ്. അതേപോലെ നമ്മുടെ വീട്, നമ്മുടെ ഭവനം, ആ ഭവനം കാണുമ്പോൾ നല്ല മനോഹരമായ വീട് എന്നൊരാൾ പറഞ്ഞാൽ അത് കണ്ണേറ് ബാധിക്കുന്ന തരത്തിലുള്ള സംസാരവും നോട്ടവുമാണെങ്കിൽ നമ്മുടെ വീടിനും കണ്ണേറ് കെട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെയിലുള്ള ആ സ്നേഹം ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണ്, 10 കൊല്ലമായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴും വളരെ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കണ്ണേറ് തോന്നത്തക്ക രീതിയിൽ, അവർക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ അതും കണ്ണേറ് ലഭിക്കാൻ കാരണമാകുന്ന അനുഗ്രഹങ്ങളാണ്. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, അതൊരു വലിയ അനുഗ്രഹമാണ്. ഏതൊരു ഭക്ഷണം കഴിക്കാനും അത് ദഹിച്ചു മാറാനുമുള്ള നമ്മുടെ കഴിവ് അത് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ എണ്ണമൊക്കെ, ഞാൻ ഇത്ര അളവ് ഭക്ഷണം കഴിക്കും എന്നൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ അവന് കൊതി പോലെയുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള കണ്ണേറുകളും ദോഷങ്ങളും അവനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നാം ആ കണ്ണേറിന് പ്രത്യേകമായി ചികിത്സ നടത്തണം. അതിൻ്റെ ഒരു കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഐനു ഹഖുൻ, ഐൻ അഥവാ കണ്ണേറ് അത് സത്യമാണ്, അത് ഒരുപക്ഷെ നിങ്ങളെ ഖബറിലെത്തിക്കാം, അഥവാ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന തരത്തിലുള്ള ശക്തമായ കണ്ണേറും അതുപോലെ തന്നെ പ്രാക്കുകളും അസൂയ വന്ന് നമ്മുടെ ദേഹത്ത് ഭവിക്കുന്നതും മറ്റുള്ളവർ അസൂയ ചെയ്യുന്നതുമൊക്കെ നമുക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്.
ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്, ആ ആയത്ത് നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് നാം കൃത്യമായി ഓതി തെറ്റില്ലാതെ മഖ്റജും തജ്വീദും തർത്തീലും ഒക്കെ അനുസരിച്ച് ഓതി അത് വെള്ളത്തിൽ ഊതി നാം സേവിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അല്ലാതെയും ഒക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലൊന്നും കണ്ണീർ ഏൽക്കാൻ സാധ്യതയില്ല. സൂറത്തുൽ ഖലമിലെ 50-ാമത്തെ ആയത്താണ് لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ وَمَا هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ. സൂറത്തുൽ ഖലമിലെ 50-ഉം 51-ാമത്തെയും ആയത്താണ്. ഈ സൂറത്ത്, ഈ ആയത്ത് നാം കൃത്യമായി പരിപാലിച്ചു കഴിഞ്ഞാൽ ദിവസവും ഒരു 21 തവണ നാം അത് ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് നാം കുടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളുടെ പുരയിടത്ത് തെളിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കന്നുകാലികൾക്ക് നാം അത് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പുരയിടത്തിൽ അത് കുടഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിലുമൊക്കെ അത് നമ്മൾ അത് ഊതിയിട്ട് ഡെയിലി 21 തവണ ഊതിയിട്ട് അത് നാം സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണീർ ഏൽക്കുകയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ആയത്ത് ഓതി മന്ത്രിച്ച വെള്ളം 21 തവണ നമ്മൾ ഡെയിലി മന്ത്രിച്ച വെള്ളം കൊടുക്കുകയും കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് പ്രത്യേകമായി മറ്റൊരു ദിക്റും കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹായുടെ മക്കളായ ഹസൻ ഹുസൈൻ തങ്ങൾ, ഹസനൈനി, രണ്ടുപേരെ എപ്പോൾ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അവരെ മടിയിലിരുത്തിയിട്ട് പറയുമായിരുന്നു, ഇന്ന അബാക്കുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്. അവിടെ നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ന മകനും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം എന്ന മകനും മന്ത്രിക്കുമായിരുന്നു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മന്ത്രം ഹബീബരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കൾ അഥവാ പേരക്കുട്ടികൾ ഹസനൈനിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ മന്ത്രിക്കുമായിരുന്നു. കാണുമ്പോഴൊക്കെയും മടിയിലിരുത്തി മന്ത്രിക്കുമായിരുന്നു. എന്താണ് അത് ദിക്ർ? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് കൃത്യമായി നാം പഠിച്ച് ആ മക്കൾക്ക് തലയിൽ ഊതി കൊടുക്കണം. സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ അധ്യാപനത്തിനൊക്കെ പോകുന്ന സ്ഥലത്തേക്ക് വീട്ടിൽ നിന്നൊരു യാത്ര പോകുമ്പോഴൊക്കെ ആ സുന്ദരിമാരായ നമ്മുടെ മക്കൾക്ക് കണ്ണ് കമ്പീറുകൾ ഏൽക്കാതിരിക്കാൻ ഈ മന്ത്രം നാം ചൊല്ലിക്കൊടുക്കണം. അതും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ദിക്റും കൂടി പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹി അർഖീഖ് മിൻ കുല്ലി ശൈഇൻ യുഅ്ദീഖ് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീഖ് ബിസ്മില്ലാഹി അർഖീഖ് എന്ന ഒരു മന്ത്രം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി സൗകര്യത്തിന് നാം പഠിച്ചതിന് ശേഷം മന്ത്രിക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണമായ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പോലെ നമ്മൾ സൂക്ഷിക്കുന്ന നമ്മളുടെ ജീവിതം നാം ആർക്ക് വേണ്ടിയാണോ സമ്പാദിക്കുന്നതും ജീവിക്കുന്നതും അവരുടെ സന്തോഷം കാണാൻ വേണ്ടി അങ്ങനത്തെ നമ്മുടെ മക്കൾക്ക് കണ്ണ് കമ്പീർ പ്രാക്കുദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ നമ്മളീ പറഞ്ഞ സൂറത്തുൽ ഖലമിലെ ആയത്തും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസനൈനിക്ക് മന്ത്രിക്കുന്ന മന്ത്രവും അല്ലാതെ പൊതുവായി പഠിപ്പിച്ച ആ മന്ത്രവുമെല്ലാം നാം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പരമാവധി ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കളെയും സമ്പത്തിനെയും ശരീരത്തിനെയും
ഒക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ ശരീരത്തിന് കണ്ണീറേക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ശരീരം അത് നമ്മൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അത് സ്ത്രീകളും പ്രദർശിപ്പിക്കാൻ പാടില്ല, പുരുഷന്മാരും പ്രദർശിപ്പിക്കാൻ പാടില്ല. ഒരു മറവ് എല്ലാത്തിൽ നിന്നും നമുക്കുണ്ടാകണം. ആ നിലക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ 100% എല്ലാവരോടും പറയാനുള്ളതല്ല. ചില ആളുകളോട് പ്രത്യേകിച്ച് പറയാൻ പാടില്ല. അത് അവരുടെ കുഴപ്പമല്ല, അത് അവരുടെ സ്വഭാവത്തിൻ്റെ ന്യൂനതയല്ല, അത് അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അങ്ങനെയുള്ളവരെ ഒന്ന് കണ്ടാൽ മതി. പിന്നെ ചില വൃക്ഷങ്ങളിലൊക്കെ നല്ല മാവ് കിളിച്ചു നിൽക്കും, നല്ല കൊലയോടെ കിളിച്ചു നിൽക്കും. ചില ആളുകൾ വന്നൊന്ന് കണ്ട് കൊള്ളാലോ എന്നൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ അടുത്ത വർഷം ഒരു മാവും അവിടെ പൂക്കുകയില്ല, കായ്ക്കുകയില്ല. അത് നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അറിവുകൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.